ഇന്ന് മാർക്കറ്റ് ഒരു 50+ പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗുള്ള സാധ്യതയാണുള്ളത്. ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് 7%-ൽ നിന്നും 7.2% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും മാക്രോ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും പോസിറ്റീവാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് ടു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പം മദേഴ്സ് ആൻഡ് എം ഫിനാൻസ്, സിപ്ല അത് പോസിറ്റീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണുള്ളത്. പിന്നെ ഒരു നെഗറ്റീവ് ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വർഷം ഒരു ആവറേജ് മൺസൂൺ 92% ഓഫ് ആവറേജ് റെയിൻഫോൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് എന്ന് ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് മാർക്കറ്റിന് കുറച്ച് നെഗറ്റീവാണ്. പിന്നെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി അത് കഴിഞ്ഞു. ഇനിയിപ്പം UK CPI ഇൻഫ്ലേഷൻ ഡേറ്റ റിലീസ് ചെയ്യാനുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവൽ 23,300-ഉം 23,400-ഉം ആയിരിക്കും. റെസിസ്റ്റൻസ് 23,800-ഉം 24,000 ആയിരിക്കും. ഈ 23,300 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും നിഫ്റ്റിക്ക് നെഗറ്റീവ് ഉള്ളത്. അതേസമയം ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 50,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് വളരെ പോസിറ്റീവാണ്. നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് 50,500-ഉം 51,000-ഉം ആയിരിക്കും. അതേസമയം ഈ 50,000 മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവൽ മുതൽ നെക്സ്റ്റ് ലെവൽ വരെ ഒരു റാലി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.